ഞാൻ കുറച്ച് വിവാദങ്ങളിലൊക്കെ പെട്ടതായിട്ട് അതെല്ലാവർക്കും അറിയാലോ. കയ്യിലിരിപ്പിന്റെ കൈവിട്ട കളി അത് വിവാദമായിട്ട് നിങ്ങൾക്ക് തോന്നിയെങ്കിലും അത് വിവാദമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാനിപ്പോഴും എല്ലാ ഇൻ്റർവ്യൂസിലും എനിക്ക് പറ്റുന്നിടത്തെല്ലാം ഞാൻ മീഡിയക്കാരെ ശരിക്ക് കൊടുക്കുന്നുണ്ട്. കല പഠിച്ചിട്ടുള്ള ചിലരെന്നേ ഞാൻ പറയുള്ളൂ. ചിലരെ എന്നെ ദ്രോഹിച്ചിട്ട് തന്നെ ഉണ്ട്. കലാമണ്ഡലത്തിൽ ഓട്ടംതുള്ളിൽ പഠിച്ച ഒരുത്തി ഇവള് ഓട്ടംതുള്ളലാണ്. എന്തൊരു തുള്ളലാ പഠിച്ചതെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പറയാം, മറിമായ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബിൽ ഒരു സാധനമൊക്കെ പോകുന്നുണ്ടല്ലോ. കക്ഷി എന്ന് മാത്രമല്ലേ പറഞ്ഞോളൂ. ഈ കക്ഷി ആരാ? അവളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഊത്ത കവളും ആകപ്പാടെ ഉരുണ്ടു പുരണ്ടിരിക്കുന്ന ഒരുത്തി. ഇവള് വന്നിട്ട് എന്നെ പറഞ്ഞെന്താ അറിയോ? അതായത് ഈ സ്ത്രീ, ഞാൻ പുരുഷനാന്ന് പറഞ്ഞിട്ടുണ്ട് അടി, അതിന് നീ എന്നെ സ്ത്രീ എന്ന് പറയാനായിട്ട്. ഈ സ്ത്രീ എനിക്ക് കേസുള്ള എൻ്റെ എതിർ കക്ഷിയുടെ കൂടെ ഒന്ന് കളിക്കാവാ. എന്തു പറ്റി കളിക്കാൻ പാടില്ലാത്ത? വയസ്സാവും തോറും മനുഷ്യന് ബുദ്ധിയില്ലാണ്ടായാലും എന്താ ചെയ്യാ? നിനക്ക് ഡാൻസിന് ഇന്റർവ്യൂവിന് ചെന്നിട്ട് കിട്ടാണ്ടല്ലേ നീ ഓട്ടംതുള്ളിൽ എടുത്തേ. എന്നിട്ട് നീ എന്തെന്ന് തുള്ളിക്കൊണ്ട് നടക്കണം ഇപ്പോ? മണ്ടത്തരം പറയല്ലേന്ന് പറയുന്നില്ല, അതല്ലേ പറയൂ. ആ സ്ത്രീ ഒന്ന് കളിക്കാവോ? നീ ജനിക്കണേക്കാൾ മുമ്പ് ഞാൻ ചായം തേച്ച് ഫീൽഡിൽ ഇറങ്ങിയ ആളാണ് കേട്ടാ. അത് നീ ഓർത്തോ. നിന്നെ ആരറിയാൻ? നീ എന്തത്ര ഫേമസ് ഒന്നും അല്ലല്ലോ. ഞാനൊരു വലിയ സംഭവം അല്ലേ? വേറെ ആരും ഇല്ലെങ്കിൽ മനസ്സിലായ? നീ സ്ത്രീ എന്ന് വിളിക്കാനായിട്ട്. ഞാൻ പുരുഷനാന്ന് പറഞ്ഞിട്ട് പാൻറ് ഷർട്ട് ഇട്ട് മീശയൊക്കെ വെച്ചിട്ട് നടന്ന ചിരിക്കണം. എന്താ ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ? ചിരിക്കണമെങ്കിൽ ചിരിക്കാം. നീ മറിമായത്തിൽ കഞ്ഞുടിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല നീ മറിമായത്തിൽ പോയി അഭിനയിക്കാൻ പോയത്. നീ വലിയ ആർട്ടിസ്റ്റാന്നാ നിന്റെ വിചാരം? ശരിക്കും നീ എന്നോട് പറഞ്ഞില്ലേ കളിക്കാനായിട്ട്? എന്ത് കളിക്കാൻ? നിനക്ക് ഇപ്പൊ കളി കാണണം എൻ്റെ. നീ എന്നെ പറഞ്ഞതിന്റെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ നിനക്ക് കിട്ടിയോ? അറിയാൻ വയ്യാൻ ചോദിക്കാന് എന്താ നിങ്ങൾ ഉദ്ദേശം? നിന്റെ ഭർത്താവ് പീഡന കേസിൽ പ്രതിയായി, ശരിയാണോ? മറന്നാ നീ അതൊക്കെ? ഞങ്ങളെല്ലാവരും അതങ്ങ് മറക്കുന്നു വിചാരിച്ചാ? വയസ്സായെന്നൊന്നും ഞാൻ വിചാരിക്കില്ല. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുകയറ്റി ഇടിച്ച ഷേപ്പ് ഞാൻ മാറ്റി. ഒരു മനുഷ്യന് താങ്ങാൻ പറ്റുന്നതിന് ഒരു അതിരില്ലേ? ഞാൻ പോകുന്നു. ബൈ ബൈ.